ശ്രീ സന്ദീപ് വാര്യർ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു മതവിഭാഗത്തിന് മാത്രം പരിഗണന നൽകുന്നു എന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമാകുന്നു. അത് മുസ്ലിം മതവിഭാഗത്തിന് മാത്രമാണ്. 4 തവണ അധ്യക്ഷന്മാർ മാറിയിട്ടും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നോ ഒരാളെ പോലും നിയമിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടില്ല. എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, ഇത് സംബന്ധിച്ച് ക്രൈസ്തവ സഭകൾ നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. ഇത് മാത്രമല്ല, സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കിട്ടുന്ന കേന്ദ്ര സഹായം നൽകുന്നതിൽ പോലും ഇത്തരത്തിലുള്ള കടുത്ത വിവേചനം നടക്കുന്നു എന്ന് നേരത്തെ തന്നെ ക്രൈസ്തവ സഭകൾ അടക്കമുള്ള ആക്ഷേപം ഉന്നയിച്ച 80-20 വിവാദമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സംസ്ഥാനത്ത് തന്നെ ചില സാങ്കേതിക പരിശീലന കേന്ദ്രങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിലുമൊക്കെ KT ജലീൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഇതൊക്കെ വിവാദപരമായിട്ടുള്ളതാണ്. വാസ്തവത്തിൽ ന്യൂനപക്ഷം എന്ന നിലയിൽ എപ്പോഴും കേരളത്തിലെ ഈ ഇടത് വലത് മുന്നണികൾ അംഗീകരിക്കുന്നത് ഒരു വിഭാഗത്തെ മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ക്രൈസ്തവ വിഭാഗത്തെ എപ്പോഴും ന്യൂനപക്ഷത്തിന് കിട്ടേണ്ട പരിഗണന അവർക്ക് നൽകാതിരിക്കുകയും അവരെ എപ്പോഴും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്നത് വളരെ കാലമായിട്ട് തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വലിയ പ്രതിഷേധാത്മകമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ തന്നെ ക്രൈസ്തവ സഭകൾ ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ക്രൈസ്തവ വിഭാഗത്തെ അരികുവൽക്കരിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. സന്ദീപ് വാര്യർ, ഈ മറ്റ് ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യരടക്കമുള്ള അല്ലെങ്കിൽ ബുദ്ധഭാസി അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ഈ മുസ്ലിം മതവിഭാഗത്തോളം വോട്ട് ബാങ്ക് അല്ല. അത്തരത്തിലുള്ള ഒരു ധാരണ തന്നെയാണ്, അത്തരത്തിലുള്ളൊരു തിരിച്ചറിവാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ വാരിക്കോരി നൽകാൻ ഇടവരുത്തുന്നത് അല്ലേ? ഈ ന്യൂനപക്ഷം എന്ന വാക്കുകൊണ്ട് ഇവർ വിവക്ഷിക്കുന്നത് ഒരു വിഭാഗത്തെ മാത്രമാണ് എന്നത് അത്യന്തം ഖേദകരമാണ്. ഇവിടെയുള്ള ആനുകൂല്യങ്ങൾ ഒരു വിഭാഗത്തിന് മാത്രമായി നൽകുകയും മറ്റ് ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വാസ്തവത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ഭരണ സംവിധാനങ്ങളും കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ മാറുമ്പോൾ അത് വാസ്തവത്തിൽ മറ്റെല്ലാവർക്കും വലിയ അസ്വസ്ഥതയും വിഷമവും ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ ഉണ്ടായതെന്ന് തെറ്റിരുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്ന മുന്നണികളൊക്കെ മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങൾക്കൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായി? എന്തുകൊണ്ട് പരമ്പരാഗതമായി ഇടത് വലത് മുന്നണിക്ക് ലഭിച്ചിരുന്ന വോട്ടുകൾ പലതും അവർക്ക് നഷ്ടപ്പെട്ടു? ഇത് സംബന്ധിച്ചുള്ളൊരു പരിശോധന നടത്തുന്നുണ്ടല്ലോ, തെറ്റുതിരുത്തൽ എന്ന പേരിൽ ചില പരിശോധന നടത്തുന്നുണ്ടല്ലോ. പക്ഷെ ആ കാലത്തും അവരിപ്പോഴും തെറ്റുതിരുത്താൻ തയ്യാറാവാതെ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള നടപടികളോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും കാലങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും.